welcome back to my YouTube channel. This is Tejasthanga and you're watching Tejasthanga Diaries. എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ കാണുമ്പോൾ? സുന്ദരിയായിട്ടുണ്ട്. ഇനി എന്നെ ആര് കോംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. എൻ്റെ അമ്മ എന്നെ കോംപ്ലിമെന്റ് ചെയ്തു. താങ്ക് യു മമ്മി. അപ്പോൾ ഇന്ന് എന്താണ്? ഇന്ന് ഓണാണ്. കണ്ടോ തുടങ്ങി കേറ്റാൻ എൻ്റെ സ്കേർട്ട് ഞാൻ നെഞ്ചത്തിടാം. അപ്പോൾ ഗൈസ് ഇന്ന് എൻ്റെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം ലുക്ക്. ഞാൻ ഇന്നലെ ഓണത്തിൻ്റെ ഷോർട്ട്സ് ഇട്ടപ്പോൾ എന്നോട് കുറേ പേര് ചേച്ചി ഓണം ലുക്ക് എന്താ ചേച്ചി ഓണം ലുക്ക് എന്താ ചോദിച്ചു. ഇതാണ് ഗൈസ് എൻ്റെ ഓണം ലുക്ക്. പക്ഷേ ഗൈസ് ഇന്നലെ ഞാൻ എൻ്റെ കൈ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് രോമം കളയാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ കൈ ഷേവ് ചെയ്തു. അപ്പോൾ നോക്ക് ഗൈസ്, അത് ഗൈസ് എനിക്കിതൊന്നും വലിയ ശീലമില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ നേരെ മറ്റേ ആപ്പിൾ ചെത്ര. അപ്പോൾ ഗൈസ് നമുക്ക് കോളേജിൽ പോവാം. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ബാക്കി കാണാം. അപ്പോൾ ബൈ മമ്മി. ബൈ പറയാം. ബൈ. എങ്ങനെയുണ്ട് എൻ്റെ ഓണത്തിൻ്റെ ഡ്രസ്സ്? ഓണത്തിന്റെ ഡ്രസ്സ് നന്നായിട്ടുണ്ട്. താങ്ക് യു അച്ഛമ്മ. ചേച്ചി രസമുണ്ടോ എന്നെ കാണാൻ? ആ ടാറ്റാന്ന്. ശശി ഏട്ടാ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടെന്ന് ഉറക്കെ പറഞ്ഞു. ശരി, എങ്ങനെയുണ്ട് സിന്ധു ചേച്ചി? സൂപ്പർ അല്ലേ? എല്ലാവരും സൂപ്പർ. ഇല്ല, ഞാനിന്ന് കോളേജിലേക്കാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ എല്ലാവരോടും കുത്തിച്ചു ഞാൻ നല്ല ഭംഗിയുണ്ട് എല്ലാവരും കൊണ്ടും പറയിപ്പിച്ചു. ഇനി നമുക്ക് കോളേജിൽ പോവാം. ഇങ്ങനത്തെ ഡ്രസ്സും വെച്ച് ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് എനിക്ക് അറിയില്ല. ഓക്കെ, പിന്നെ ഞാനാണെങ്കിൽ ചെരുപ്പിൽ കുറച്ച് ഹീൽസ് ഉള്ളതാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എന്നെ കാണുമ്പോൾ എൻ്റെ കല്യാണം പോലെ ഉണ്ട്. ഓവർ ഡ്രസ്ഡ് ആവോ എന്തോ നോക്കാം. അപ്പം ഞാൻ പോട്ടെ കോളേജിലേക്ക്. ഗൈസ് ഇന്ന് നമുക്ക് കോളേജിനുള്ളിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പുറത്ത് വണ്ടി നിർത്തി. ഇവിടെ എല്ലാവരും നല്ല രസമുണ്ട്. കോളേജിൽ ഓൾറെഡി പരിപാടി തുടങ്ങി. ഇത് കിടന്ന് ആടുന്നു. നമുക്ക് അവിടെ പോയി നോക്കാം. ഗൈസ് അങ്ങനെ ഓണപ്പരിപാടി തുടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ ഒരു ഡമ്മി ആന വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ നടന്ന് വരുന്നുണ്ട്. ഞാൻ ഈ വ്ളോഗ് എടുത്ത് നടന്നു കഴിയുമ്പോൾ അവരെന്നെ അപ്പുറത്തിരുന്ന് എന്തൊക്കെ പറയും എന്നാണ് എൻ്റെ നിഗമനം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോകാം. ഇവിടെ ഒന്നും പിള്ളേരില്ല. എല്ലാവരും അവിടെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറേ ചെണ്ടയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഇതാ ചെണ്ടയും കൊണ്ടൊരു ചേട്ടൻ പോകണു. ഹായ്. ചിങ്കാരിമേളം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. ഹൗ ഡു ഫീൽ ഷൈമ? എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ ഗ്രേറ്റ്. എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാൻ തോന്നുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എല്ലാവരും നടക്കുന്നത്. ഗൈസ് എൻ്റെ ക്ലാസ്സിലെ കുറേ സുന്ദരന്മാരെ ഞാൻ കാണിച്ചു തരാം. ചെസ് നമ്പർ 1. ഹായ് സുന്ദരി. ഹായ് സുന്ദര. ഇവിടെ കുറേ സുന്ദരിമാർ. ഹായ് സുന്ദരീസ്. അവരുടെ വിചാരം അവർ സുന്ദരിമാരാണെന്ന്. ഹായ് സുന്ദരിയപ്പോൾ അവർ ഹായ് പറയുന്നു. ഇത് വേറെ ഒരു ഊളക്കുട്ടി. പക്ഷെ എൻ്റെ നെറ്റിച്ചുട്ടി ഇങ്ങനെ കിടന്ന ആളകും എനിക്ക് അത്ര സുഖമല്ല. കോളേജിലെ ഫസ്റ്റ് ഓണത്തിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ല അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ അടിപൊളിയാ. കാലുവേദന ഉണ്ട്, അത് വെച്ച എല്ലാം സെറ്റ്. അൻവസ് എങ്ങനെയുണ്ട് ആദ്യത്തെ ഓണം? കൊള്ളാം, നൈസ്. എല്ലാവർക്കും കൊള്ളാം, എനിക്ക് മാത്രം ഇഷ്ടമാവുന്നുള്ള. ആ ശരി, കഴിഞ്ഞ രസമുണ്ട്. എഡിറ്റ് ചെയ്ത് ജോലൈൻ വരുത്തില്ല. ആ എന്താണ് ഗൈസ്, ഇന്നലെ നമ്മുടെ ഇവിടെ വടംവലി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന്റെ കാലും മുറിഞ്ഞു, ഈ ഭരത്തിന്റെ കൈയും പ്രശ്നമായി. അപ്പൊ എന്നോട് ഇത് കുട്ടികൾ പറഞ്ഞു, ചേച്ചി പാവം ചേട്ടന്മാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ, അവർക്ക് വയ്യല്ലോ എന്ന്. ഏതൊക്കെയോ കുട്ടികൾക്ക് നിങ്ങളുടെ കൈയും കാലും കണ്ട് കരച്ചിൽ വന്നു. ഈ ഫാൻ ബേസിനെ പറ്റി എന്താ നിനക്ക് പറയാനുള്ളത്? ഭരത്തിന്റെ ഈ ഫാൻ ബേസിനെ പറ്റി ഭരത്തിന് എന്താന്ന് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, സന്തോഷം. നിനക്ക് ഇത്രയും ഫാൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ? ഇത്രയും ഫാൻസ് നീ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഫാൻസില്ലാത്ത കാരണം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. തിരിച്ചു വാ. 3, 2, 1. ആ വാ. ഗൈസ്, നമുക്ക് 3 നീല കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. എന്താ തെസ്നി നിന്റെ കോളേജിലെ ഫസ്റ്റ് ഓണത്തിനെ പറ്റി നിനക്ക് പറയാനുള്ളത്? വളരെ നന്നായിട്ടുണ്ട്. എന്ത് പറയുന്നു? മോശമായൊരു ഓണം. എനിക്കും. പൂജ ചേച്ചി വാ തുറന്ന് പറയോ? പൂജേനെ തഗ് കേൾക്കാൻ നിന്റെ ഓഡിയൻസ് കാത്തിരിക്കുന്നു. എങ്ങനെയുണ്ടോണം? വലിയ കാര്യമില്ല, എന്നാലും ഒരുങ്ങിക്കെട്ടി വരുന്നത് ഒരു സന്തോഷം. സത്യം, അതാണ് സത്യം അല്ലേ? അതല്ലേ സത്യം അല്ലേ? ഭരത്തിന് രാവിലെ എണീക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് പറ്റാത്തത് ഇന്നലത്തെ വടംവലി കോമ്പറ്റീഷൻ കാരണം. നിന്റെ കൈ കാണിക്ക് കുട്ടികൾ. ഓ കണ്ടാ, സങ്കടം ഉണ്ടോ നിനക്ക് കൈ മുറിഞ്ഞപ്പോ? ഇല്ല. ജയിച്ചപ്പോ സന്തോഷം ഉണ്ടോ? ഇല്ല.
ശരി. ഹായ് ധന്യ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണത്തിന് എന്ത് തോന്നുന്നു? നിന്നെ കണ്ടപ്പോ എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ല, അതാ ഇപ്പൊ തോന്നുന്നത്. എന്താ പറയാൻ തോന്നുന്നത്? നല്ലതാണോ? ആയി പോവാണ്. എന്തുകൊണ്ടാ? നിന്റെ ആ മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് കൊണ്ടോ ചീത്ത കൊണ്ടോ? ക്യൂട്ട്നെസ് വാരി മെഴുകുന്ന നിനക്ക് ഇന്ന് ബിരിയാണി സദ്യന്റെ പുറമെ. അതെ, ഞാൻ വാങ്ങിച്ചുതരാം. നമ്മളെല്ലാരും കൂടെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ കുറെ കുട്ടികൾ വന്നു. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. യെസ്, അപ്പൊ ഇതൊക്കെ എന്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് പറ. ആ ഹായ്. ഞാൻ ആരും ഹായ് പറയില്ല പറഞ്ഞു, ആരൊക്കെ ഹായ് പറഞ്ഞു. അപ്പൊ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം. ഗൈസ്, ഇനിയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ മെയിൻ സംഭവത്തേക്ക് കടക്കാൻ പോകുന്നത്. എന്താണ് സിദ്ധാർത്ഥ് ഇന്നത്തെ മെയിൻ? ഫുഡ്. നമ്മൾ എൻ്റെ സ്കൂളിലൊന്നും സദ്യ പ്രൊവൈഡ് ചെയ്യില്ല. അവിടെ നമ്മൾ പൈസ കൊടുത്തു, ഏതായാലും സദ്യ കിട്ടും. നിനക്ക് എന്താണ് സദ്യ കഴിക്കാൻ പോകുമ്പോൾ സന്തോഷമാണോ? ഇത്ര എന്തിനാ നീ രാവിലെ തൊട്ട് ഒരുങ്ങിക്കെട്ടി വന്നത്? എനിക്ക് നമ്മരെയൊക്കെ സദ്യ കഴിക്കാം, അല്ലെങ്കിൽ എനിക്ക് അത്ര സദ്യ ഇഷ്ടം. അപ്പം ഇവൻ പറഞ്ഞു ഇവൻ എങ്ങനെ സദ്യ കഴിക്കാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. അതങ്ങനെ അവൻ്റെ പാത്രത്തിൽ എൻ്റെ ഇലയിൽ നിന്ന് അവൻ മാറിയിട്ട് ഇങ്ങനെയാണ് കഴിക്കുക അവന് കാണിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് കഴിക്കാൻ പോവാം. ഗൈസ്, നമുക്ക് സദ്യ കഴിക്കാൻ വേണ്ടി വലിയ നീണ്ട ക്യൂ ആണ്. സങ്കടം വരുന്നു. ആ ക്യൂ കണ്ടതും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന കുട്ടികൾക്കൊക്കെ നല്ല സങ്കടമായിട്ടുണ്ട്. സ്റ്റാഫ് മീറ്റിംഗിൽ നോട്ടീസ് ഗൈസ്, ആണ് നമ്മളിവിടെ സദ്യ കഴിക്കാൻ വന്നു. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു 1/2 മണിക്കൂർ. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. പിന്നെ ശ്രീജിത്തേട്ടൻ ഇന്ന് വന്നില്ല, അവന് പനിയാണ്. ഗൈസ്, ഞാൻ കുറച്ച് കുട്ടികളെ കണ്ടോട്ടി. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ? താങ്ക് യു. ചാച്ചോ പൂജ, നമ്മൾ ഇത്ര നേരം ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? ദേഷ്യം, ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ലൈൻ നിന്നിട്ടില്ല ഫുഡിന് വേണ്ടിയിട്ട്. ഒരു കൃത്യനിഷ്ഠതയില്ല ഇവർക്ക്. പിന്നെ 350 രൂപ കൊടുത്തിട്ട് അതിനുള്ള ഒരു സെറ്റപ്പ് ഞാൻ ഇവിടെ കാണുന്നില്ല. ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ പരാക്രമം 1 മണിക്കൂർ ശേഷം നമ്മൾ എവിടെ എത്തി? ഷൈമ, ഫുഡ് കഴിക്കാൻ സന്തോഷം തോന്നുന്നുണ്ടോ? കരഞ്ഞു. നസ്മി ഹാപ്പി? ഹാപ്പി. വേഗം കയറി നമ്മൾ വെള്ളം കുടിക്കുന്നത്. ഇവിടെ നിറയെ കുട്ടികളുണ്ട്, പക്ഷെ നല്ല വൃത്തിയുണ്ട്. ഞാൻ വൃത്തി ഉണ്ടാവില്ലെന്ന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എന്നെ സദ്യ കഴിക്കാൻ പഠിപ്പിക്കാറ് നിഹാല് ഡോറ് തുറന്ന് ഓടിപ്പോയി. അവൻ എവിടെയെന്ന് പോലും നമുക്കറിയില്ല. ആ ചേച്ചിയില്ല ഗൈസ്, എനിക്കറിയാതെ 2 പപ്പടം ഇട്ടു. നസ്മിക്ക് എത്ര പപ്പടം ഉണ്ട്? 1. എനിക്ക് നോക്ക്, എനിക്ക് 2 പപ്പടം ഉണ്ട്. ഇല്ല, തരാം. ഗൈസ്, ഇവിടെ മെയിൻ ആയിട്ട് ഒരാള് രണ്ടുകൂടെ പിടിക്കുന്ന നല്ല കുട്ടപ്പനായിട്ടുണ്ട്. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. ഇത്തിരി തൈര് ഒഴിച്ചെന്ന് തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? ഗൈസ്, ഇതാണ് നമ്മുടെ ലോ കോളേജിലെ ഓൾ ഇൻ ഓൾ ആയ സുമേഷ് സർ. ഹായ് സർ, ഹാപ്പി ഓണം. സാർ ബിസിയാണ് ഗൈസ്, ഓടിപ്പോയി. ഇതാണ് ഞങ്ങളുടെ ട്യൂട്ടർ പ്രിൻസ് സർ. ഹായ് പറയൂ. ഹാപ്പി ഓണം. കണ്ടോ സാർ, ഇതാണ് ഗൈസ് ഞങ്ങളുടെ ട്യൂട്ടർ. കണ്ടാ പറയോ പറയോ പറയോ. അത് മൊത്തം നിറച്ചോ ചേച്ചി? ഇനി നിറച്ചോ ചേച്ചി? ഗൈസ്, എൻ്റെ ഫേവറേറ്റ് ആണ് അടപ്പായസം. അതുകൊണ്ട് ഞാൻ ആ ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നതും അടപ്പായസം കൊണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളം മുഴുവൻ പായസത്തിൻ്റെ ഗ്ലാസ്സിൽ ഒഴിച്ചു. എന്നിട്ട് ബാക്കിയുള്ള ഞാൻ കുടിച്ചു. എന്നിട്ട് എൻ്റെ വെള്ളത്തിൻ്റെ ഗ്ലാസ്സിൽ ഫുൾ ഞാൻ പായസം വാങ്ങി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞി ഗ്ലാസ്സിൽ വെള്ളവും വലിയ ഗ്ലാസ്സിൽ പായസം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ കഴിച്ച് ഇവിടം വരെ ആയി. ഗൈസ്, ഓണത്തിൻ്റെ മിനി ഗെയിംസ് നടക്കുകയാണ്. ആൻഡ് ഞാനാണിത് ആങ്കർ ചെയ്യുന്നത്. നല്ല രസമാണ്. ഞാൻ പറ്റിയ ഇടയിൽ എടുക്കാം, കാരണം എനിക്കിവിടെ എടുത്തരാൻ ആരുമില്ല. ഇപ്പം ലെമൺ സ്പൂണാണ് കളിക്കുന്നത്. ഗൈസ്, എനിക്ക് നിങ്ങൾക്കും കമൻട്രി പറയണം, ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടും കമൻട്രി പറയണം. കണ്ടോ, ലോട്ട്സ് ഓഫ് കുട്ടികൾ. ഇന്നലത്തെ ഓഡിയൻസിന് എത്ര ആർക്കും ഇന്ന് ആവേശമില്ല തോന്നുന്നു.
ഗൈസ് ഇന്നലെ ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു MOC പറയോ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതിനെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇതായി. പക്ഷേ എനിക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്നത് ഓഡിയൻസിനൊക്കെ ഒടുക്കത്തെ ആവേശം. അവന് ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ രാവാ വരണമെന്ന് പറഞ്ഞ് വന്നു. പക്ഷെ ഇന്നലത്തെ അത്ര ആവേശം ആർക്കും ഇല്ല. എനിക്കൊന്നും ലഞ്ച് കഴിച്ച എല്ലാവരും സൈഡായി ഇരിക്കുകയാണെന്ന്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഗായ്സ് എനിക്ക് എൻ്റെ ഇടയ്ക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാനവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഞാനിപ്പോൾ പുറത്തിറങ്ങി. ഇതാരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാനവിടെ ഉറി അടിക്കുമ്പോൾ പരിചയപ്പെട്ടാണ്. എന്താ പേര്? ലിയോ. ആ എൻ്റെ പൂച്ചൻ്റെ പേര് ഓർമ്മണ്ട്. അതിന് ഞാൻ അവിടുന്ന് രാജിവെച്ചിറങ്ങി. എന്താണ് എൻ്റെ രാജിവെപ്പിനെ പറ്റി പറയാനുള്ളത്? നല്ല കാര്യം. ഞാൻ രാജിവെച്ച അവരെ പറഞ്ഞത് കൂടെയായിരുന്നോ? അല്ല, നന്നായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മുന്നേ അടുത്ത പ്രാവശ്യം സെറ്റ് ആക്കാം. അപ്പൊ ഇത്തവണ സെറ്റ് അല്ലേ പറഞ്ഞ്. ശരിക്കും സത്യം പറ, നല്ലതാണ് ചീത്തയാണെങ്കിൽ ചീത്ത അവരെ ഇമ്പ്രൂവ് ചെയ്യണേ. അങ്ങനെ അത്രേ പറയുള്ളൂ. നല്ലതായിരുന്നു. അതെ, താങ്ക് യു. എനിക്കത് അറിയാം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ്. വീട്ടിൽ എനിക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. സർപ്രൈസാണ്. അത് അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സർപ്രൈസ് സംഭവം എന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ? അതുൽ മാത്രമേ എനിക്ക് ഇത്ര നേരം വെയിറ്റ് ചെയ്തുള്ളൂ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോയി. അതുലാണ് എൻ്റെ ട്രൂ ഫ്രണ്ട്. നീ മിരണ്ട കുടിക്കും കുറച്ച് കണ്ടോ ഇപ്പൊ വ്ളോഗിൽ മെയിനാവാൻ വന്നിരിക്കട്ടെ മിറണ്ടയും കൊണ്ട്. ഇവള് ക്ഷീണിച്ചത് കണ്ട് മിരണ്ട വാങ്ങിച്ചു കൊണ്ടുവന്നതാ. നീ ഇത് കുടിക്കി. ശരി നന്മയുള്ളത്. ഞാൻ പോട്ടെ. സോ ഗൈസ് എൻ്റെ കോളേജിൽ ആദ്യത്തെ ഓണപ്പരിപാടി കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ആ സ്റ്റേജിലിരുന്ന് സംസാരിക്കുന്നത്. ഒരു സ്ക്രിപ്റ്റും ഇല്ലാണ്ട് വായി തോന്നുന്നത് മാത്രം. അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് പല വാക്കുകളും സ്ലിപ്പായി ഓളയായി പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, പക്ഷേ ബോറായിട്ടില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ല രസമുണ്ടെന്ന്. അവളെ എനിക്ക് നല്ല ഒരു ഇതായി തോന്നി. ഇനി ഇമ്പ്രൂവ് ചെയ്യണം. ഇതൊക്കെ ആക്ച്വലി നല്ല സ്കിൽസാണ്. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ കോളേജ് ഓണം വ്ളോഗ് എന്നൊക്കെ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എടുത്തിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ ബ്ലോക്കാണ്, എല്ലാവരും എന്നെ ഒരുമാതിരി നോക്കുന്നത്. പക്ഷേ ഞാൻ സൈഡിലാണ് വണ്ടി ഒതുക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ബൈ ഗൈസ്.